നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 280-ാമത്തെ എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ ശ്രീ TK രാജീവ് കുമാറിനെ കുറിച്ചിട്ടാണ്. 32 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഞങ്ങൾ നേരിൽ കണ്ടിട്ട്. ചാണക്യൻ്റെ ഷൂട്ടിംഗ് സമയത്ത് പഴയ JT ഹാളിൽ വെച്ച് ചിത്രീകരണങ്ങൾ കാണുന്ന അവസരത്തിൽ സംസാരിച്ചു. അതിനുശേഷം ചിത്രം റിലീസായി കൈരളി തിയേറ്ററിൽ ആദ്യ പ്രദർശനത്തിനെത്തുമ്പോൾ ഞാനും ടിക്കറ്റ് എടുത്ത് ആ ചിത്രം കണ്ടു. ചിത്രം കാണുന്നതിന് മുന്നേ രാജീവ് കുമാർ കൈരളി തിയേറ്ററിൻ്റെ ഒരു വാതിലിൽ വളരെ അസ്വസ്ഥനായി നിൽക്കുന്നു. അദ്ദേഹവുമായി ഏകദേശം അരമണിക്കൂറോളം സംസാരിച്ചു. കുറേശ്ശെ ആളുകൾ സിനിമ കാണാൻ വരുന്നതേയുള്ളൂ. ഞങ്ങൾ അന്ന് സംസാരിച്ചപ്പോൾ സിനിമയുടെ ഭാവിയെക്കുറിച്ചും തൻ്റെ ഭാവിയെക്കുറിച്ചും അങ്ങനെ നിരവധി കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ചു. സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ആദ്യം എന്നോട് ചോദിച്ച ചോദ്യം, എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? ഞാൻ പറഞ്ഞു, നല്ലൊരു ചിത്രമാണ്, തീർച്ചയായും വിജയിക്കും. രാജീവ് ഒരുപാട് ചിത്രങ്ങൾ സംവിധാനം ചെയ്യും തീർച്ച എന്ന് പറഞ്ഞപ്പോൾ ചിരിയിരിച്ചു. എന്തോ അറിയില്ല, പക്ഷെ ഒരുപാട് പരിശ്രമം ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് പറഞ്ഞപ്പോഴും വിനയം കൈവിടിഞ്ഞില്ല. ദേശീയവും സംസ്ഥാനവുമായിട്ടുള്ള നിരവധി അവാർഡുകൾ, നിരവധി സിനിമയുടെ മേഖലകളിൽ പ്രവർത്തിച്ച ഒരാൾ. വിനയമാണ് അദ്ദേഹത്തിൻ്റെ മുഖമുദ്ര എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അന്ന് ആ ചിത്രം കണ്ട ശേഷം പിന്നീട് 1-2 തവണ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ വെച്ചും റെക്കോർഡിംഗ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴും ഒക്കെ കണ്ട് ചിരിയും ചില കാര്യങ്ങളുമൊക്കെ സംസാരിച്ച് അങ്ങനെ പോകുന്ന രാജീവ് കുമാർ പിന്നീട് കണ്ടപ്പോഴും ഒക്കെ വിനയം അദ്ദേഹം കാത്തുസൂക്ഷിച്ചു എന്നാണ് എനിക്ക് തോന്നിയത്. എൻ്റെ തോന്നലുകളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് അന്ന് കണ്ടതും ആ അനുഭവങ്ങളുമാണ് ഈ എപ്പിസോഡിൽ നിങ്ങളോട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. കാണുമല്ലോ, വിലയിരുത്തുമല്ലോ.